അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ ഇത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. വളരെ പ്രധാനപ്പെട്ട എന്നാൽ നമ്മൾ പലപ്പോഴും മറന്നു പോകാറുള്ള ഒരു കാര്യം, അതിൻ്റെ ശ്രേഷ്ഠതകളെ സംബന്ധിച്ച് പ്രത്യേകം ഗ്രന്ഥങ്ങൾ തന്നെ ഉലമാക്കൾ രചിച്ചിട്ടുള്ളതാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക എന്നതാണ്. അതായത് നമുക്ക് നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ ഒരുപാട് ബാധ്യതകളുണ്ട്, കടമകളുണ്ട്. ആ കടമകൾ എപ്പോഴും പൂർത്തീകരിക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹക്ക് അത് നിറവേറ്റുന്ന ഒരാളായി തീരാനും നാം എപ്പോഴും പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കേണ്ടതുണ്ട്. അതിൽ നമ്മൾക്ക് മറ്റൊരുപാട് കാര്യങ്ങൾ, അദ്ദേഹം എത്തിച്ചു തന്ന റിസാലത്തിനെ സംബന്ധിച്ച് പഠിക്കുക, അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക, അങ്ങനെ ഒരുപാട് പ്രാഥമികമായിട്ടുള്ള കടമകൾക്ക് പുറമെ നമുക്ക് നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പാലിക്കാനുള്ള പ്രധാനപ്പെട്ട മറ്റൊരു കടമയാണ്, ഹക്കാണ്. അദ്ദേഹത്തിന്റെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുക എന്നുള്ളത്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം സ്വലാത്ത് ചൊല്ലുന്നതിന്റെ ഫളലും ശ്രേഷ്ഠതയും അതിന്റെ അഹ്കാമുകളൊക്കെ മാത്രം ക്രോഡീകരിച്ചിട്ട് അദ്ദേഹം ഒരു കിതാബ് പോലും എന്ത് ചെയ്തിട്ടുണ്ട്, രചിച്ചിട്ടുണ്ട്. അപ്പൊ അത്രയധികം പണ്ഡിതന്മാർ പ്രാധാന്യം കൊടുക്കുന്ന, ദീനിൽ വളരെയധികം സ്ഥാനം കൽപ്പിച്ചിട്ടുള്ളൊരു വിഷയമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത്. അത് ഒരുപാട് ശ്രേഷ്ഠതകൾ കേട്ടിട്ടുണ്ടാവും. ഒരു കാര്യം മാത്രം ഇവിടെ സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു സഹാബി, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്കായി ദുആ ചെയ്യാനായി ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. ആ സമയത്തിനെ സംബന്ധിച്ച് ഒരു മുഷാവറ നടത്തുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, അതിനെപ്പറ്റി ചോദിക്കും. അപ്പൊ ഈ സമയത്തിൽ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് ചോദിക്കട്ടെ, താങ്കൾക്ക് വേണ്ടിയുള്ള സ്വലാത്ത് എത്ര സമയമാക്കണം? ഒരു മണിക്കൂറാണ് ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി തെരഞ്ഞെടുത്തിട്ടുള്ള സമയമെങ്കിൽ ഈ മണിക്കൂറിൽ എത്ര സമയം, എത്ര മിനിറ്റ്, എത്ര ഭാഗം ഞാൻ സ്വലാത്തിന് വേണ്ടിയിട്ട് മാറ്റിവെക്കേണ്ടതുണ്ട്? ഞാൻ അതിന്റെ കാൽഭാഗം സ്വലാത്താക്കട്ടെയോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യണം? സഹാബി ചോദിക്കാം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുക, അങ്ങനെ ചെയ്താൽ ഖൈർ, പക്ഷെ നീ ഇനിയും വർദ്ധിപ്പിച്ചാൽ അതാണ് ഏറ്റവും നല്ലതെന്ന് പറയും. അപ്പൊ ഞാൻ അതിന്റെ അരഭാഗം, പകുതിയും സ്വലാത്താക്കട്ടെയോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, നീ അങ്ങനെ ചെയ്താൽ നല്ലത്, പക്ഷെ ഇനിയും വർദ്ധിപ്പിച്ചാൽ അതാണ് ഏറ്റവും അഫ്ദൽ എന്ന് പറയും. അങ്ങനെ പറഞ്ഞ അവസാനം ആ സഹാബി പറയണം, ഞാൻ അങ്ങനെയാണെങ്കിൽ അവസാനം എന്ത് പറയണം? ഞാൻ എന്റെ പ്രാർത്ഥനയുടെ സമയം മുഴുവൻ ഞാൻ സ്വലാത്ത് കൊണ്ട് എന്ത് ചെയ്യാം, നിറയ്ക്കാമെന്ന് എന്ത് ചെയ്യണം അദ്ദേഹം പറയണം. എന്ന് വെച്ചാൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് പ്രാർത്ഥനയ്ക്ക് പകരമായിട്ട് അദ്ദേഹം സ്വലാത്ത് മാത്രമായിട്ട് എന്ത് ചെയ്യണം, ചൊല്ലുകയാണ്. അവിടെ പ്രാർത്ഥനയുടെ നമ്മൾ തേടേണ്ട തേട്ടം, നമ്മളുടെ ആവശ്യമുള്ള കാര്യങ്ങൾ, അത് അവിടെ ഒരു വാക്ക് പോലും ഉച്ചരിക്കാതെ തന്നെ ആ ഒരു സമയം മുഴുവൻ സ്വലാത്തിലായി എന്ത് ചെയ്യണം, അദ്ദേഹം അവസാനിപ്പിക്കാൻ. അപ്പൊ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്താണ് ലഭിക്കുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെ നീ നിന്റെ പ്രാർത്ഥനയുടെ സമയം മുഴുവൻ സ്വലാത്തിനായി മാറ്റിവെച്ചാൽ ഇദൻ തുക്ഫാ ഹമ്മുക് വയുഗ്ഫർ ദംബുക്. അങ്ങനെ നീ ചെയ്തു കഴിഞ്ഞാൽ എന്താണോ നീ പ്രാർത്ഥിക്കാൻ, നിനക്ക് എന്താ പറയാ, ദുനിയാവിലെ ഹാജത്തുകള്, പ്രയാസങ്ങള്, ഇതൊക്കെ എന്ത് ചെയ്യും, അതെല്ലാം നിനക്ക് ആ വിഷയത്തിലൊക്കെ നീ മതിയായവനാകും, അതിലൊക്കെ നീ മതിയാക്കപ്പെട്ടവനാകും. എന്ന് വെച്ചാൽ ആ വിഷയത്തിൽ നീ പ്രാർത്ഥിച്ചാൽ നിനക്ക് കിട്ടാവുന്ന റിസൾട്ട് എന്താണോ അത് നിനക്ക് കിട്ടും, പ്രാർത്ഥിക്കാതെ തന്നെ കിട്ടുകയും. എന്നാൽ വയുഗ്ഫർ ദംബുക്, അതിനധികമാണ്. സാധാരണഗതിയിൽ നമ്മൾ പ്രാർത്ഥിച്ചാൽ എന്താ ഉണ്ടാവുക? പ്രാർത്ഥനയ്ക്കുള്ള ആ ഒരു കാര്യം പൂർത്തീകരിക്കപ്പെടും എന്നുള്ളതാണ്. എന്നാൽ പ്രാർത്ഥിക്കുന്നതിന് പകരം ഒരാൾ സ്വലാത്ത് ചൊല്ലുകയാണ്, ദുആ ചെയ്യുന്നതിന് പകരം ഒരാൾ ആ സമയത്ത് സ്വലാത്ത് വർദ്ധിപ്പിക്കുകയാണെങ്കിൽ അവൻ ആ കാര്യം നിറവേറപ്പെടും എന്നതിലുപരി അവന്റെ തെറ്റുകൾ എന്ത് ചെയ്യും, പൊറുപ്പിക്കപ്പെടുകയും ചെയ്യും. എന്ന് വെച്ചാൽ ഇരട്ടി ലാഭമാണ്. ഒരാൾ അവന് പ്രാർത്ഥന ചെയ്യുന്നതിന് പകരം ആ പ്രാർത്ഥനയുടെ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിച്ചാൽ അവൻ പ്രാർത്ഥിക്കുന്ന ഉദ്ദേശവും പ്രാർത്ഥിക്കാതെ തന്നെ നിറവേറപ്പെടുകയും ചെയ്യും. അതിനു പുറമെ
അവന് ഉണ്ടായിരുന്ന തെറ്റുകൾ ആ സ്വലാത്ത് വഴി പൊറുപ്പിക്കപ്പെടുകയും ചെയ്യും. അപ്പൊ ദുനിയാവിലെയും ആഖിറത്തിലെയും നമുക്ക് പ്രയാസകരമാവുന്ന എല്ലാ കാര്യങ്ങളും നീങ്ങിക്കിട്ടാൻ ഏറ്റവും എളുപ്പമുള്ള, എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ഒരു വഴിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കാമെന്ന്. നമുക്കൊക്കെ അറിയാം, വിശദീകരിച്ചാൽ ഒരുപാട് ഫضലുകൾ, ശ്രേഷ്ഠതകൾ പറയാനുണ്ട് സ്വലാത്തിന്റെ വിഷയത്തിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അടിമ അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പേരിൽ ഒരു വട്ടം സ്വലാത്ത് ചെയ്താൽ അവന്റെ മേൽ 10 തവണ സ്വലാത്ത് ചെയ്യുന്നുള്ള ഹദീസ് നമ്മൾ എപ്പോഴും കേട്ടിട്ടുള്ള ഹദീസാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല 10 തവണ സ്വലാത്ത് ചൊല്ലുന്നു പറഞ്ഞാൽ ആ വ്യക്തിയെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടുക്കൽ, മുഖറബീങ്ങളായ മലായിക്കത്തുകളുടെ അടുക്കൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വ്യക്തിയെ 10 തവണ എടുത്ത് പുകഴ്ത്തി പറയുന്ന. നമ്മൾ ആലോചിച്ച് നോക്കുക, ഏതെങ്കിലും ഒരു വലിയൊരു ഭരണാധികാരിയോ ഏതെങ്കിലും ഒരു നേതാവോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമൂഹത്തിൽ ഉയർന്ന സ്ഥാനമുള്ളൊരു വ്യക്തി അദ്ദേഹത്തിന്റെ വേണ്ടപ്പെട്ട ആളുകളുടെ അടുക്കൽ നമ്മളെപ്പറ്റി ഒരു തവണയെങ്കിലും പറഞ്ഞു എന്നറിഞ്ഞാൽ നമുക്കത് അതുകൊണ്ട് അത് കേൾക്കുമ്പോൾ ഉണ്ടാവുന്ന സന്തോഷവും എന്താ പറയാ, ആ ഒരു മനസ്സിന് കിട്ടുന്ന ആ ഒരു റാഹത്തൊന്നും അതൊക്കെ വേറെ തന്നെയാണ്. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല, രാജാതിരാജനായ അസീസായ അദീമായ നമ്മുടെ റബ്ബ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ദാസന്മാരും അവന്റെ ഏറ്റവും അടുക്കലായിട്ടുള്ള മുഖറബീങ്ങളായ മലായിക്കത്തുകളുടെ അടുക്കൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പേര് പ്രത്യേകം എടുത്ത് നമ്മളെ പുകഴ്ത്തി പറയും. അത് ഒരു തവണ സ്വലാത്ത് ചൊല്ലിയാൽ 10 തവണ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും, നമ്മളെ പുകഴ്ത്തി പറയും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ എണ്ണിയാൽ തീരാത്ത ശ്രേഷ്ഠതകൾ, നമ്മൾക്ക് കണക്കാക്കാൻ പറ്റാത്തത്രയും വലിയ ഫضലുകൾ സ്വലാത്ത് കൊണ്ട് ഒരു മനുഷ്യന് ലഭിക്കും. അതുകൊണ്ട് നമ്മളൊരിക്കലും ഈ വിഷയത്തിൽ നമ്മൾ പിശുക്ക് കാണിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോഴാണെങ്കിലും അല്ലാത്തപ്പോഴാണെങ്കിലും നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ചെയ്തു തന്ന കാര്യങ്ങൾക്ക് നമുക്കൊരിക്കലും ഇതെന്താവൂല, പകരമാവൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കറിയാം, ഏറ്റവും അധികം നല്ലൊരവസ്ഥയിൽ ഉണ്ടായിരുന്ന വ്യക്തി, ഏറ്റവും നല്ല കുടുംബത്തിൽ ജനിച്ച് ഏറ്റവും ആളുകളാൽ ഇഷ്ടപ്പെട്ടിരുന്ന ആദരിക്കപ്പെട്ടിരുന്ന അവസ്ഥയിൽ നിന്ന് എല്ലാവരാലും ആട്ടിയോടിക്കപ്പെടുകയും പരിഹസിക്കപ്പെടുകയും വധിക്കപ്പെടാൻ ആലോചന നടത്തപ്പെടുകയും നാട് വിടേണ്ടി വരിക, ഇതൊക്കെ ചെയ്തത് നമ്മൾക്ക് ദീനത്ത് ചേരാൻ വേണ്ടിയിട്ടാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം. അങ്ങനെ ആ ഒരു ബോധ്യത്തോടുകൂടി നമ്മൾ ഈ ദീനിനെ കാണുമ്പോൾ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണക്കാക്കേണ്ടതുപോലെ കണക്കാക്കാൻ സാധിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മാത്രം സ്വർഗത്തിൽ പോകാനാണെങ്കിൽ ഇതിന്റെ ഒന്നും ഈ കഷ്ടപ്പാടിന്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ലായിരുന്നു. മറിച്ച് നമ്മൾക്ക് ഓരോരുത്തർക്കും ദീൻ എത്തിച്ചു തരാൻ, നമ്മൾ ഓരോരുത്തരും നരകത്തിൽ രക്ഷപ്പെടാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഈ പരീക്ഷണങ്ങളൊക്കെ നേരിടേണ്ടി വന്നത്. ആ ഒരു കാരണത്തിൽ നമുക്ക് വേണ്ടിയിട്ട്. അപ്പൊ ആ ഒരു ബോധ്യം നമുക്ക് എന്ത് വേണം, ആ ഒരു മനോഭാവത്തോടു കൂടിയിട്ടായിരിക്കണം നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും ഓർക്കേണ്ടതും സ്വലാത്തുകൾ വർദ്ധിപ്പിക്കേണ്ടതും. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യട്ടെ, നമുക്ക് പരമാവധി നമ്മൾക്ക് പൂർത്തീകരിക്കാനും പൂർണ്ണമാക്കാൻ സാധിക്കില്ല. അത് അള്ളാഹുവിനോടുള്ള ഹക്കാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹക്കാണെങ്കിലും, പക്ഷെ അതിന്റെ ഏറ്റവും പരമാവധി ചെയ്യാനും അത് ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിക്കുന്ന ആളുകളായി തീരുവാനും റബ്ബ് സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ നബീന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.